സോ നമ്മുടെ ലേൺ വൈസിന്റെ ഓറിയന്റേഷൻ പ്രോഗ്രാം ആയിട്ടുള്ള OP11.0യുടെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ സിലബസ് ഡീകോഡ് ക്ലിനിക്സ് ഇന്ന് കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം OP11.0 8 സെഷൻസും സക്സസ്ഫുള്ളി കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇന്ന് നമ്മളിപ്പം കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് 9th സെഷൻ ആണ്. അതിന്റെ പേരാണ് സിലബസ് ഡീകോഡ് ക്ലിനിക്സ് എന്നുള്ളത്. BFSWയുടെ ഫസ്റ്റ് ഇയർ സിലബസ് ആയിരിക്കും നമ്മൾ ഇവിടെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. സോ എന്റെ പേര് ഫാത്തിമ എന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിലെ മെന്റർ ആണ്. എന്റെ കൂടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ അർച്ചന മാമും അതുപോലെ LSCയിൽ നിന്നും നീതു മാമും ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരെ കൂടെ ഞാൻ വെൽക്കം ചെയ്യാണ്. അതേപോലെ തന്നെ ഇന്ന് ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ BFSW ലേണേഴ്സിനെയും കൂടി ഞാൻ നമ്മളുടെ OP11.0യുടെ സിലബസ് ഡീകോഡിംഗ് പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യാണ്. ഓക്കെ, സോ നമുക്ക് എന്തായാലും സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം BFSW ബാച്ചിലർ ഓഫ് സോഷ്യൽ വർക്ക് ആണ് അല്ലെ. അപ്പം പ്രോഗ്രാം കോഡ് വരുന്നതാണ് BFSW എന്നുള്ളത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് ഇയറിലെ സബ്ജക്ട്, അതേപോലെ തന്നെ അസൈൻമെന്റ്സ്, എക്സാംസ്, ദെൻ എല്ലാവർക്കും ഡൗട്ട്സ് ഉള്ള കാര്യമാണ് ഫീൽഡ് വർക്ക് അല്ലെങ്കിൽ ഓറിയന്റേഷൻ, ഇൻഡിവിജ്വൽ കോൺഫറൻസ്, ഇങ്ങനെയുള്ളതിനെ കുറിച്ചിട്ടൊക്കെ എല്ലാവർക്കും എന്തുണ്ട്, ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഈ ഒരു സെഷൻ കഴിയുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ക്ലിയർ ആവും. അപ്പൊ നമ്മൾ അത്രയും എന്താ പറയാ, വളരെ ക്ലിയർ ആയിട്ടാണ് ഈ ഒരു സെഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും പറ്റുന്ന പോലെ ഒരു നോട്ടും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നോട്ട് ചെയ്തിട്ട് തന്നെ മുന്നോട്ടേക്ക് പോവാം. നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ പിന്നീട് എന്ത് ചെയ്യാം, റെഫർ ചെയ്യാം. ഓക്കെ, സോ എന്തിനാണ് നമ്മൾ ഈ ഒരു എന്താ പറയാ സിലബസ് ഡീകോഡിംഗ് പ്രോഗ്രാം നമ്മൾ ഈ ഒരു OP-യിൽ ഇൻക്ലൂഡ് ചെയ്തതെന്ന് ചോദിച്ചാല് എങ്ങനെയാണ് നിങ്ങളുടെ സിലബസ് ഉള്ളത്, നിങ്ങളുടെ സ്ട്രക്ചർ എങ്ങനെയാണുള്ളത്. BFSWയുടെ പ്രോഗ്രാം എടുക്കുമ്പോൾ ഇപ്പം ആ ഒരു കോഴ്സിനെ നമ്മൾ പല ബ്ലോക്ക് ആയിട്ടും അല്ലെങ്കിൽ യൂണിറ്റുകളായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഡിവൈഡ് ചെയ്യുന്നുണ്ട്. BFSW എന്ന് പറയുന്ന പ്രോഗ്രാമിനെ പല പല കോഴ്സുകളായിട്ട്, അതായത് BFSWന്റെ ഉള്ളിൽ നിങ്ങൾക്ക് പല പല സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ട്. അതാണ് കോഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് അതിന്റെ ഉള്ളിൽ ബ്ലോക്കുകൾ, യൂണിറ്റുകൾ ഇതൊക്കെ വരുന്നുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ആ ഒരു ബേസിക് ആയിട്ടുള്ള നിങ്ങളുടെ പ്രോഗ്രാം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളൊന്ന് നാവിഗേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു സ്ട്രക്ചർ നമ്മൾ നാവിഗേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദെൻ വി ഡീകോഡ് ദ ലോജിക്. ഓക്കെ, BFSW പ്രോഗ്രാമിന്റെ ഉള്ളിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ നിങ്ങൾക്ക് 6 കോഴ്സ് ആണ് ഫസ്റ്റ് ഇയറിൽ വരുന്നത്, അല്ലെങ്കിൽ 6 സബ്ജക്ട്സ് ആണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനാണെന്നുണ്ടെങ്കിൽ കോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് സബ്ജക്റ്റുകളെയാണ്. ഓരോ സബ്ജക്റ്റിന്റെയും ഓരോ കോഴ്സ് കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതെങ്ങനെയാണ് വരുന്നത്. ആൻഡ് ഓൾസോ ഒരു ക്രെഡിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണ് ഇഗ്നോയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ക്രെഡിറ്റ് സിസ്റ്റം എങ്ങനെയാണ്, ക്രെഡിറ്റ് അവേഴ്സ് എങ്ങനെയാണ് വർക്ക് ആവുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ ഫസ്റ്റ് സെമസ്റ്റർ അല്ലെങ്കിൽ ഇപ്പൊ ഇയർ വൈസ്, ഇപ്പൊ നിങ്ങളെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയർ വൈസ് ആണ് എക്സാംസും കാര്യങ്ങളും എല്ലാം വരുന്നത്. അപ്പൊ അതിനെ നമ്മൾ എന്താണ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അതും ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഡീപ്പായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് റിസോഴ്സസ് പഠിക്കാനുള്ളത്. ഓക്കെ, ഈ സിലബസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഫൈനലി എന്തൊക്കെ റിസോഴ്സ് ആണ് നിങ്ങൾക്ക് ഇതിനോടൊപ്പം ഹെൽപ്ഫുൾ ആയിട്ട് പ്രൊവൈഡഡ് ആയിട്ടുള്ളത്. എക്സാം പ്രിപ്പറേഷൻ ടൂൾസ് അല്ലെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽസ്, ഇതൊക്കെ എന്തൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ അതാണ് മാപ്പ് റിസോഴ്സസിൽ വരുന്ന ഒരു കാര്യം. 4 കാര്യങ്ങളാണ്. നാവിഗേറ്റ് ചെയ്യുന്നുണ്ട് സ്ട്രക്ചർ, നമ്മുടെ ഹോൾ സബ്ജക്റ്റുകളെയും ക്രെഡിറ്റ് സിസ്റ്റത്തിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫസ്റ്റ് ഇയറിലെ സബ്ജക്റ്റുകളെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്ട്, ഈ ഒരു പ്രോഗ്രാം കംപ്ലീഷന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ടീവ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന റിസോഴ്സുകൾ എന്തൊക്കെയാണ്, അതും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. സോ സെക്ഷൻ എയിൽ നമ്മൾ നോക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ബേസിക് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ഉണ്ട്. പിന്നെ നമ്മൾ സെക്ഷൻ ബിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇഗ്നോന്റെ സിലബസ് സ്ട്രക്ചർ തറോലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ പ്രോഗ്രാമിന്റെ ഒരു ഓവർവ്യൂ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡീകോഡിംഗ്. ഓക്കെ, സെമസ്റ്റർ വൈസ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ, ഇയർ വൈസ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡീകോഡിംഗ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫൈനലി വാട്ട് ഓൾ സപ്പോർട്ട്സ് ആൻഡ് ടൂൾസ് ദാറ്റ് വി ആർ പ്രൊവൈഡിംഗ് എന്നുള്ളൊരു കാര്യം. ഓക്കെ, അതിനെ കുറിച്ചിട്ടും നിങ്ങൾക്ക് ഒരു ധാരണ എന്ത് ചെയ്ത് തരുന്നുണ്ട്, നമ്മൾ പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. സോ ആ ഒരു ഇത്രയും സെക്ഷൻസ് ആണ് നമുക്ക് ഉള്ളത്. സെക്ഷൻ A to F വരെയാണ്. ആൻഡ് ത്രൂ ഔട്ട് ദി എൻഡ് നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ നോട്ടും പെന്നും ഒക്കെ നിങ്ങളൊന്ന് അടുത്ത് വെച്ചിട്ട് ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
സോ ഹൗ ദിസ് സിലബസ് ആർ ഓർഗനൈസ്ഡ്, എങ്ങനെയാണ് ഈ ഒരു സിലബസ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ പ്രോഗ്രാമിന്റെ കോഡ് അല്ലെ, ബാച്ചിലർ ഇൻ സോഷ്യൽ വർക്ക് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രോഗ്രാം കോഡ് എന്ന് പറയുന്നത് BFSW ആണ്. ഇതിപ്പോ നമുക്ക് സെമസ്റ്റർ ഓർ ഇയർ എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൽ നമ്മളുടെ എക്സാംസും കാര്യങ്ങളും എല്ലാം വരുന്നത് ഇയർ വൈസ് ആണ്. പക്ഷെ ഇപ്പൊ നിങ്ങൾ ഇഗ്നോയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് BFSWയുടെ ഗൈഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് ഇപ്പോ നിങ്ങൾ ഒരു ഡോക്യുമെന്റ് ഡൗൺലോഡ് ചെയ്താൽ അതിന്റെ ഉള്ളിൽ സെമസ്റ്റർ വൈസ് ആയിട്ടായിരിക്കും നിങ്ങളുടെ സബ്ജക്ട്സുകളെ അവർ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് സെം, സെക്കൻഡ് സെം എന്ന് പറഞ്ഞിട്ടായിരിക്കും ഫസ്റ്റ് ഇയറിനെ അവർ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അത് കാണുമ്പോൾ ഒരിക്കലും തെറ്റിദ്ധരിക്കല്ല, നിങ്ങൾക്ക് സെം വൈസ് ആണ് എക്സാം എന്ന് വിചാരിക്കല്ല. നിങ്ങൾക്ക് സെമസ്റ്റർ വൈസ് അല്ല എക്സാംസ് അവർ കണ്ടക്ട് ചെയ്യുക, ഇയർ വൈസ് ആണ്. പക്ഷേ സബ്ജക്റ്റുകളെ അവർ ഡിവൈഡ് ചെയ്ത് ഇട്ടിട്ടുള്ളത് എന്താണ്, സെമസ്റ്റർ വൈസ് ആണ്. ഫസ്റ്റ് സെമ്മിൽ ഇത്ര സബ്ജക്ട് അല്ലെങ്കിൽ സെക്കൻഡ് സെമ്മിൽ ഇത്ര സബ്ജക്ട് എന്ന് പറഞ്ഞിട്ട് ഗൈഡ് ബുക്കിൽ അങ്ങനെ കാണാം. പക്ഷെ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഇയർ വൈസ് ആണ് എക്സാംസും കാര്യങ്ങളും എല്ലാം വരാം. ഓക്കെ, ടേം ആൻഡ് എക്സാമിനേഷൻ എല്ലാം വരാം ഇയർ വൈസ് ആണ്. സോ ഇയർ വൈസ് ആയിട്ടുള്ള പ്രോഗ്രാം ആണ് BFSW. ഇപ്പൊ BFSWയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് 6 കോഴ്സുകൾ ഉണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മളൊരു സിലബസ് എടുക്കുമ്പോൾ ഇയർ വൈസ് ആണ് നിങ്ങൾക്ക് പ്രോഗ്രാം വരുന്നത്. ആൻഡ് ഈ പ്രോഗ്രാമിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് 6 സബ്ജക്ട്സ് ആണ് പഠിക്കാനുള്ളത്. സബ്ജക്ട് എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത് കോഴ്സ് എന്നായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് അവിടെ കോഴ്സ് 1, കോഴ്സ് 2, കോഴ്സ് 3. അത് ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ടാണ് 3 കോഴ്സ് അവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വരുമ്പോഴത്തേക്കും 6 കോഴ്സ് ആണ്, അല്ലെങ്കിൽ 6 സബ്ജക്ട്സ് ആണ് മെയിൻ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ആൻഡ് ഓരോ കോഴ്സിനെയും പല പല ബ്ലോക്കുകളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊരു ബുക്ക്ലെറ്റും കാര്യങ്ങളും ഒക്കെ ഇഗ്നോ എന്ത് ചെയ്ത് തരും, സെൻഡ് ചെയ്ത് തരും. സോ ബ്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും സബ്ജക്റ്റുകളെല്ലാം ഡിവൈഡ് ചെയ്യുന്നത്. അതിന്റെ ഉള്ളിൽ ഓരോ ബ്ലോക്കിന്റെയും ഉള്ളിൽ എന്ത് വരുന്നുണ്ട്, യൂണിറ്റുകൾ വരുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെയാണ് BFSW ഇയർ വൈസ് ആണ് കോഴ്സ് വരുന്നത്. ആൻഡ് സബ്ജക്ട്സ് 6 ഉണ്ട്. ആ 6 സബ്ജക്ട്സ് ഓരോ സബ്ജക്ട്സിനും എന്താണ് ഡിഫറെന്റ് ബ്ലോക്സുകൾ വരുന്നുണ്ട്. അതിന്റെ ഉള്ളിലാണ് എന്ത് വരാ, യൂണിറ്റുകൾ വരാ. ഓരോ ബ്ലോക്കിനും ഓരോ ടോപ്പിക് ഉണ്ട്. ആ ടോപ്പിക്കിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള യൂണിറ്റുകളായിരിക്കും ഓരോ ബ്ലോക്കുകളുടെയും അണ്ടറിൽ വരുന്നത്. ഇനി ഇതിപ്പോ ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ പറയുമ്പോഴും ചിലപ്പോൾ ഒന്ന് ഗ്രാബ് ചെയ്യാൻ ചിലപ്പോൾ ഡിഫിക്കൽറ്റി കാണും. പക്ഷെ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. സോ ബ്ലോക്സ് ആൻഡ് യൂണിറ്റ്സ് എന്താണ് അതുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, സിലബസ് എന്ന് പറയുമ്പോഴത്തേക്കും ജസ്റ്റ് കുറെ ടോപ്പിക്കുകളുടെ ലിസ്റ്റ് അങ്ങനെയല്ല. നമ്മൾ സാധാരണ ഈ സിലബസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു സിലബസ് നമ്മൾ എടുത്താൽ ഒരു ടോപ്പിക് പറയുന്നു, അതിന്റെ ഉള്ളിൽ കുറെ പോയിന്റ്സുകളും കാര്യങ്ങളും, അല്ലെങ്കിൽ ഒരു സബ്ജക്ട് പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ കുറെ ടോപ്പിക്സ് റാൻഡംലി കൊടുത്ത് അങ്ങനെ ഒരു സിലബസ് അല്ല ഇവിടെ നമ്മൾ പറയാ. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഫിസിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചർ തന്നെയാണ് സിലബസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയാനാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഒരു സബ്ജക്ട് എടുക്കുകയാണ്, BSW 121 എന്ന് പറയുന്ന നിങ്ങളുടെ ഒരു മെയിൻ പേപ്പർ എടുക്കുകയാണ്. സോ അതിന്റെ ഉള്ളില് ബ്ലോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും വാല്യൂസ് ഓഫ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് കാണും. ഓക്കെ, വാല്യൂസ് ഓഫ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാം. സബ്ജക്ട് എന്ന് പറയുന്നത് ആണ് കോഴ്സ്. സോ കോഴ്സിന്റെ ടൈറ്റിൽ ആണ് ഇപ്പൊ BSW 121. നിങ്ങളുടെ ഒരു പേപ്പർ ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കോഴ്സ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സബ്ജക്ട് ആണ്. അപ്പൊ BSW 121 എന്ന് പറയുന്ന സബ്ജക്ട് നിങ്ങൾ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ കോഴ്സ് നിങ്ങൾ എടുക്കുമ്പോൾ, അതിന്റെ ഉള്ളില് 4 ബ്ലോക്ക് ആയിട്ടായിരിക്കും അതിനെ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അതൊരു ബുക്ക്ലെറ്റ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ആൻഡ് ഈ ഒരു ബ്ലോക്ക് 1 എടുത്താൽ, ഇപ്പൊ വാല്യൂസ് ഓഫ് സോഷ്യൽ വർക്ക് ആണ് ബ്ലോക്ക് 1ന്റെ പേരെങ്കിൽ, അതിന്റെ അടിയിൽ ചിലപ്പോ അല്ലെങ്കിൽ അതിന്റെ അണ്ടറിൽ അത് സ്പെസിഫിക് ആയിട്ടുള്ള 5 to 6 യൂണിറ്റ്സ് കാണും. അപ്പൊ അതിൽ എന്തായിരിക്കും യൂണിറ്റ്സിൽ വരുന്നത്, നമ്മളുടെ ബ്ലോക്കിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് വാല്യൂസ് ആണെങ്കിൽ ആ 6 യൂണിറ്റുകളിലായിട്ട് 6 വാല്യൂസ് ആയിരിക്കും സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ? ഇപ്പൊ നെക്സ്റ്റ് ബ്ലോക്കിൽ ആ സെയിം സബ്ജക്റ്റിന്റെ ബ്ലോക്ക് 2ന്റെ ഹെഡിങ് ഇപ്പോ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് സോഷ്യൽ വർക്ക് ആണെന്നുണ്ടെങ്കിൽ, അതിന്റെ അണ്ടറിൽ വരുന്ന 5 യൂണിറ്റുകളും ഓരോരോ കോൺസെപ്റ്റുകളായിരിക്കും. അങ്ങനെയായിരിക്കും അതിനെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ലൈക് സിമ്പിൾ ആണ്. എന്താ പറയാ, കോഴ്സ് എന്ന് പറയുന്നതാണ് സബ്ജക്ട്. അതിന്റെ ഉള്ളിൽ ബ്ലോക്കുകൾ വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒരു ബുക്ക്ലെറ്റ് ആയിട്ട് തന്നെ ഇഗ്നോ എന്ത് ചെയ്ത് തരും, നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും. ഓരോ ബ്ലോക്കിന്റെ അണ്ടറിലും പല പല യൂണിറ്റുകളായിട്ടാണ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഉള്ളത്. സോ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് നോട്ട് ചെയ്തിട്ട് വെക്കാം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാല് ക്രെഡിറ്റ് ആണ്. നമ്മുടെ ഇഗ്നോന്റെ ഈ ഒരു BFSWന്റെ 4 ഇയർ പ്രോഗ്രാം എടുത്താല് അതൊരു ക്രെഡിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു എന്താണ് സിസ്റ്റം ആണ് നമുക്ക് ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ക്രെഡിറ്റ് ബേസ്ഡ് എന്ന് പറഞ്ഞാൽ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം എന്നാണ് ബേസിക്കലി പറയാറ്. അപ്പൊ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ
നിങ്ങൾക്ക് എത്രത്തോളം പഠിക്കാനുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് വരുന്ന വെയിറ്റേജ് അത് ക്രെഡിറ്റ് ആണ് ഡിറ്റർമിൻ ചെയ്യുക. ഇപ്പം നമ്മൾ ഒരു സബ്ജക്ട് എടുത്തിട്ട് പറയാണ് ആ സബ്ജക്റ്റിന് 4 ക്രെഡിറ്റ് ആണ് ഉള്ളത് എന്ന് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇപ്പൊ ഒരു ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ 30 മണിക്കൂറാണ്. അപ്പം നമ്മൾ പറയാണ് ഈ പറയുന്ന ഇപ്പൊ BSW 121 എന്ന് പറയുന്ന സബ്ജക്ട് എടുത്താൽ അതിന് 4 ക്രെഡിറ്റ് ആണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? 4 into 30 അല്ലെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും 120 hours. അതായത് ആ ഒരു സബ്ജക്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 120 hours ആണ്. അല്ലെങ്കിൽ ഇപ്പൊ 6 ക്രെഡിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം എത്ര വരും? 180 വരും. ഓക്കെ. അപ്പൊ ഈ ക്രെഡിറ്റ് കൂടുതൽ ഉള്ള സബ്ജക്ട് ആണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ വെയിറ്റേജ് കൊടുത്തിട്ട് അല്ലെങ്കിൽ അതിൽ നിന്നായിരിക്കും ചിലപ്പോൾ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള സബ്ജക്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളത്. പക്ഷെ ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കലിനായിരിക്കും നിങ്ങൾക്ക് മെയിൻ ആയിട്ടും ഒരു ക്രെഡിറ്റ് കൂടുക. കാരണം പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് അതിന്റെ എന്താ പറയാ നിങ്ങൾ ചെയ്യേണ്ട മണിക്കൂറുകളുടെ എന്താ പറയാ ഒരു ഇതെന്ന് പറയുന്നത് കൂടുതലാണ് അല്ലെ. പ്രാക്ടിക്കൽസ് എപ്പോഴും എന്താണ് ക്രെഡിറ്റ് കൂടിയിട്ടായിരിക്കും വരാം. തിയറി പേപ്പർ എപ്പോഴും അതിന് തൊട്ട് താഴെ ആയിരിക്കും നിൽക്കുന്നത്. മോസ്റ്റ് ഓഫ് ദ തിയറി പേപ്പറിന് ക്രെഡിറ്റ് വരുന്നത് 4 ക്രെഡിറ്റ് ആയിരിക്കും. അതായത് 120 മണിക്കൂർ കൊണ്ടിട്ടായിരിക്കണം ആ ഒരു സബ്ജക്റ്റിന്റെ ഒരു എന്താ പറയാ കംപ്ലീഷൻ വരേണ്ടത്. 120 hours ആയിരിക്കും. സോ അതാണ് എന്താ പറയാ നമ്മളെ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം നോട്ട് ചെയ്ത് വെക്കേണ്ടത് 1 ക്രെഡിറ്റ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു 30 hours ആൻഡ് 4 ക്രെഡിറ്റ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് 30 into 4 വിച്ച് ഈസ് 120 hours. ആൻഡ് കമ്മിങ് ടു 6 ക്രെഡിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 6 into 30 എന്താണ് 180 hours. അപ്പൊ അങ്ങനെയാണ് അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ഈ പ്രോഗ്രാമിന്റെ ഒരു ക്വിക്ക് ആയിട്ടുള്ള ഒരു സ്നാപ്ഷോട്ട് നമുക്ക് നോക്കാം. പ്രോഗ്രാം നെയിം എന്ന് പറയുന്നത് ബാച്ചുലർ ഓഫ് സോഷ്യൽ വർക്ക് ആണ്. പ്രോഗ്രാം കോഡ് എന്ന് പറയുന്നത് BFSW ആണ്. ദെൻ സ്ട്രക്ചർ ടൈപ്പ് അതായത് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം ആണ്. ഞാൻ നേരത്തെ പറഞ്ഞാലും CBCS നമുക്കൊരു ക്രെഡിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് നമ്മൾ സ്റ്റഡിയിൽ വരുന്നത്. ആൻഡ് ചോയ്സ് ബേസ്ഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഹിയർ നിങ്ങൾക്ക് ഇവിടെ എന്താണ് നിങ്ങളുടേതായിട്ടുള്ള ചോയ്സിൽ നിങ്ങൾക്ക് ഇലക്ടീവ്സും കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യാം. 3 മെയിൻ പേപ്പേഴ്സേ വരുന്നുള്ളൂ. ബാക്കിയുള്ള 6 എണ്ണത്തിൽ ബാക്കി 3 എണ്ണം എന്ന് പറയുന്നത് ഇലക്ടീവ്സ് ആണ്. ഓക്കെ. അപ്പൊ ഇലക്ടീവ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നിങ്ങളുടെ എബിലിറ്റി അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൽ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ എന്താണ് ഇൻട്രസ്റ്റ് അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് 3 സബ്ജക്ട് നിങ്ങളുടെ ചോയ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ചൂസ് ചെയ്യാം. അപ്പൊ അതുകൊണ്ടാണ് ഇവിടുത്തെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം എന്ന് പറയാം. ഇപ്പൊ നേരത്തെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ BSW എന്ന് പറയുന്ന 3 വർഷ കോഴ്സ് ആയിരുന്നു. അതിൽ ഇലക്ടീവ്സ് അല്ലായിരുന്നു. അതിൽ മെയിൻ ആയിട്ടും കോർ പേപ്പേഴ്സ് തന്നെയായിരുന്നു എല്ലാം പഠിക്കാനുള്ളത്. പക്ഷെ ഇപ്പൊ എന്താ പറയാ ഈ ഒരു കറണ്ട് ഇയർ തൊട്ടിട്ടാണ് നമ്മൾ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. കാരണം ഇലക്ടീവ്സും കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചിട്ട് യു ക്യാൻ പിക്ക് 3 ഇലക്ടീവ്സ്. അപ്പൊ 3 ഇലക്ടീവ്സ് നിങ്ങൾക്ക് പിക്ക് ചെയ്യാം. ഓരോ കാറ്റഗറിയിൽ നിങ്ങൾക്ക് പിക്ക് ചെയ്യാം. അപ്പൊ അതുകൊണ്ടാണ് അവിടെ ചോയ്സ് ബേസ്ഡ് ആയിട്ടുള്ള ക്രെഡിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ തിയറി പേപ്പർ പഠിക്കാനുണ്ട്. ഓൾസോ യു ഹാവ് പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ഫീൽഡ് വർക്ക് ഉണ്ട്. പിന്നെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് ആയിട്ടുള്ള എൻവയോൺമെന്റൽ സ്റ്റഡീസ് കൂടി ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. സോ അതാണ് കീ കോമ്പണൻസ് എന്ന് പറയുന്നത്. സോ കമ്മിങ് ടു ഫസ്റ്റ് സെമസ്റ്റർ റോഡ് മാപ്പ് നമുക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത് നമുക്ക് നോക്കാം. സോ ബേസ്ഡ് ഓൺ ദ പ്രൊവൈഡഡ് സിലബസ് ഡോക്യുമെന്റ് മെയിൻ ആയിട്ടും നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 3 മെയിൻ പേപ്പേഴ്സ് അല്ലെങ്കിൽ കോർ പേപ്പേഴ്സ് ആണ് ഉള്ളത്. അതിലെ കോർ തിയറിയാണ് BSW 121. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നിങ്ങളുടെ മെയിൻ ആയിട്ട് നിങ്ങളുടെ സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പേപ്പർ ആണ് BSW 121 എന്ന് പറയുന്നത്. പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് ആൻഡ് ഇറ്റ്സ് വാല്യൂസ് എന്നാണ്. ആൻഡ് അതിൽ ക്രെഡിറ്റ് വരുന്നത് 6 ക്രെഡിറ്റ് ആണ്. ബിക്കോസ് അതൊരു മെയിൻ പേപ്പർ ആയതുകൊണ്ട് 6 ക്രെഡിറ്റ് ആണ് വരുന്നത്. സോ 6 into 30 180 hours ആണ് സ്പെൻഡ് ചെയ്യേണ്ടത്. ആൻഡ് ദെൻ പ്രാക്ടിക്കം വരുന്നുണ്ട്. അതിന്റെ ഹെഡിങ് അല്ലെങ്കിൽ അതിന്റെ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ BSWL 104 എന്നുള്ളതാണ്. അപ്പൊ അതിൽ നിങ്ങൾക്ക് എന്താണുള്ളത് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യും. സോ BSWL 104 എന്ന് പറഞ്ഞാൽ ഫീൽഡ് വർക്ക് ജേർണൽ അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം 4 ആണ്. 10 ക്രെഡിറ്റ് ആണ്. അത് നോട്ട് ചെയ്യാൻ 10 ക്രെഡിറ്റ് ആണ് നിങ്ങൾ. സോ 10 into 30 300 അല്ലേ. 300 hours ആണ് അതിൽ സ്പെൻഡ് ചെയ്യേണ്ടത്. ദെൻ എബിലിറ്റി എൻഹാൻസ്മെന്റ് BEVAE 181 എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു പേപ്പർ ഉണ്ട്. സോ കമ്മിങ് ടു ദിസ് സബ്ജക്ട് ഈ ഒരു സബ്ജക്റ്റിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. നിങ്ങളുടെ ബാക്കി എല്ലാ പേപ്പേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. പക്ഷേ BEVAE 181
എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സിലേക്ക് വരുമ്പോൾ, എൻവയോൺമെന്റൽ സ്റ്റഡീസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. 50 മാർക്കിന് 50 ക്വസ്റ്റ്യൻസ് കാണും. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഓപ്ഷൻ കാണും. ഇപ്പം ക്വസ്റ്റ്യൻ നമ്പർ 1 ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ താഴെ 4 ഓപ്ഷൻസ് കാണും. അതിൽ നിന്ന് 1 എന്ത് ചെയ്താൽ മതി, പിക്ക് ചെയ്താൽ മതി. സോ അങ്ങനെയായിരിക്കും അതിന്റെ എന്താ പറയാ ആ ഒരു രീതി എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ഫോർമാറ്റ് എന്ന് പറയുന്നത് ആ ഒരു എൻവയോൺമെന്റൽ സ്റ്റഡീസ് മാത്രമേ അങ്ങനെ വരുന്നുള്ളൂ. പിന്നെ വരുന്നത് 6 ക്രെഡിറ്റിന്റെ വാല്യൂ ആഡഡ് ആയിട്ടുള്ള കോഴ്സാണ് VEDSV 101 എന്ന് പറയും, വാല്യൂ എഡ്യൂക്കേഷൻ. അപ്പം അതും എന്ത് ചെയ്യാം, നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള 3 തിയറി പേപ്പറും പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു പ്രാക്ടിക്കം, ചെയ്യാനുള്ള ഒരു പ്രാക്ടിക്കം എന്ന് പറയുന്നത്. ഇത് 3ഉം കമ്പൽസറി ആയിട്ടും നിങ്ങൾ ചെയ്യേണ്ട തിയറി പേപ്പേഴ്സ് ആണ്. ദെൻ പ്രാക്ടിക്കം എന്താണ്, ഓഫ് കോഴ്സ് അത് കമ്പൽസറി ആയിട്ട് വരുന്ന പ്രാക്ടിക്കൽ പേപ്പർ ആണ്. അപ്പോ നമ്മൾ ഇനിയിപ്പോ ഇത്രയും നേരം നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ട പേപ്പറുകളുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ കോഴ്സുകളുടെ ഡീറ്റെയിൽസ് നമ്മൾ ഇത്രയും നേരം കണ്ടു. ഇനിയിപ്പം നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം ആണ്. സോ നിങ്ങൾക്ക് ഇലക്ടീവ്സ് ചൂസ് ചെയ്യാം എന്നുള്ളത് അല്ലെ. അപ്പൊ ആ ഇലക്ടീവ്സിൽ നമ്മളുടെ ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്ത് തരുന്ന ഇലക്ടീവ്സ് ഏതൊക്കെയാന്ന് നോക്കാം. സോ BSW 121, സോറി, അത് നമ്മൾ ഇതില് ഇലക്ടീവ്സ് കോർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി കോർ പേപ്പർ ഡിസ്കസ് ചെയ്തതാണ്. BSW 121 നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് ആൻഡ് ഇറ്റ്സ് വാല്യൂസ് തിയറി ആണ്, ഫുള്ളി അവൈലബിൾ ആണ്. ക്രെഡിറ്റ് വരുന്നത് 6 ആണ്. ദെൻ BSWL 104 സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം അപ്ലൈഡ്, നമുക്ക് മെറ്റീരിയൽസ് മാത്രമേ ഉള്ളൂ. ബിക്കോസ് പ്രാക്ടിക്കൽ ആണ്, നിങ്ങൾ പോയി ചെയ്തിട്ടാണ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. 10 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. ദെൻ BEVA 181 എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുന്ന പേപ്പർ തിയറി പേപ്പർ ആണ്, ഫുള്ളി അവൈലബിൾ ആണ്. 4 ആണ് ക്രെഡിറ്റ്. VEDSV 101 വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പേപ്പർ തിയറി ആണ്, ഫുള്ളി അവൈലബിൾ ആണ്. 6 ആണ് ക്രെഡിറ്റ്. സോ അത്രയും കോർ പേപ്പറിൽ വരുന്നതാണ്. ഇനി ഇലക്ടീവ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് വൊക്കേഷണൽ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. ആ വൊക്കേഷണൽ കാറ്റഗറിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ് വരുന്നുണ്ട്. അതിന്റെ കോഴ്സ് കോഡ് BCOS 186 എന്നുള്ളതാണ്. തിയറി ആണ്, ഫുള്ളി അവൈലബിൾ ആണ്. 4 ആണ് ക്രെഡിറ്റ് വരുന്നത്. ദെൻ BCOS 185 ഓൺട്രപ്രണർഷിപ്പ് വൊക്കേഷണൽ തിയറി ഫുള്ളി അവൈലബിൾ ആണ്. 4 ആണ് ക്രെഡിറ്റ് വരുന്നത്. പിന്നെ BSOG 171 എന്ന് പറയുന്ന ഒരു പേപ്പർ വരുന്നുണ്ട്. ഇന്റർ ഡിസിപ്ലിനറി ആണ്. ഇന്ത്യൻ സൊസൈറ്റി ഇമേജസ് ആൻഡ് റിയാലിറ്റീസ് എന്നാണ് കോഴ്സ് നെയിം വരുന്നത്. തിയറി ആണ്, ഫുള്ളി അവൈലബിൾ ആണ്. 6 ആണ് ക്രെഡിറ്റ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് BPAG 171 ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇന്റർ ഡിസിപ്ലിനറി ആണ്. തിയറി ആണ്, ഫുള്ളി അവൈലബിൾ ആണ്. 6 ആണ് ക്രെഡിറ്റ് വരുന്നത്. ദെൻ BCOS 183 കോഴ്സ് കോഡ് ഉള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് ആണ്. തിയറി ആണ്, ഫുള്ളി അവൈലബിൾ ആണ്. നമുക്ക് 4 ആണ് ക്രെഡിറ്റ് വരാം. ദെൻ BPAS 184 ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് തിയറി പേപ്പർ ആണ്, ഫുള്ളി അവൈലബിൾ ആണ്. അതിന്റെ ക്രെഡിറ്റ് വരുന്നത് 4 ആണ്. സോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എന്താ പറയാ ഒരു സെറ്റ് ഓഫ്, അതായത് പാർട്ട് 1 ഇലക്ടീവുകൾ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി പാർട്ട് 2 നമുക്ക് നോക്കാം. സ്കിൽ എൻഹാൻസ്മെന്റിൽ വരുന്ന BPCS 183 ഇമോഷണൽ ഇന്റലിജൻസ് തിയറി ഫുള്ളി അവൈലബിൾ ആണ് കോണ്ടന്റ്. അപ്പൊ ഈ ഫുള്ളി അവൈലബിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളുടെ ആപ്ലിക്കേഷനിൽ പോകുമ്പോൾ നമ്മൾ കോണ്ടന്റ്സ് എടുക്കുമ്പോൾ പ്രീ റെക്കോർഡഡ് വീഡിയോസ്, അസൈൻമെന്റ് സപ്പോർട്ട്, ദെൻ SLM, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഷോർട്ട് നോട്ടുകൾ, ഇതെല്ലാം തന്നെ ഈ ഒരു സബ്ജക്റ്റിന് അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ടാണ് ഫുള്ളി അവൈലബിൾ എന്ന് കൊടുത്തിരിക്കുന്നത്. Then BEGS 183 റൈറ്റിംഗ് ആൻഡ് സ്റ്റഡി സ്കിൽസ് സ്കിൽ എൻഹാൻസ്മെന്റ് ആണ്. തിയറി ഫുള്ളി അവൈലബിൾ ആണ്. BECS 184 ഡേറ്റ അനാലിസിസ് വൊക്കേഷണൽ ആണ്. തിയറി ഫുള്ളി അവൈലബിൾ. Then BEGG 171 മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇന്റർ ഡിസിപ്ലിനറി ആണ്. തിയറി പേപ്പർ ആണ്. മെറ്റീരിയൽസ് മാത്രമേ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. വീഡിയോ കോണ്ടന്റ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ലൈവ് ക്ലാസ് അങ്ങനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറില്ല. അത് സെൽഫ് സ്റ്റഡി ചെയ്യേണ്ടി വരും. ഇൻ കേസ് ആരെങ്കിലും ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 6 ക്രെഡിറ്റ് ആണ് അതിന് വരുന്നത്. പിന്നെ BHIE 143 ഹിസ്റ്ററി ഓഫ് എൻവയോൺമെന്റ് ഇന്റർ ഡിസിപ്ലിനറി ആണ്. തിയറി പേപ്പർ ആണ്, ഫുള്ളി അവൈലബിൾ ആയിരിക്കും. 6 ആയിരിക്കും ക്രെഡിറ്റ് വരുന്നത്. പിന്നെ BPCG 171 ജനറൽ സൈക്കോളജി ഇന്റർ ഡിസിപ്ലിനറി കോഴ്സ് ആണ്. തിയറി ആണ്, മെറ്റീരിയൽസ് മാത്രമേ ഉള്ളൂ. 6 ക്രെഡിറ്റ് ആണ്. Then BPYG 171 അപ്ലൈഡ് എത്തിക്സ് ഇന്റർ ഡിസിപ്ലിനറി കോഴ്സ് ആണ്. തിയറി മെറ്റീരിയൽസ് മാത്രമേ ഉള്ളൂ. അതേപോലെ BABG 171 അണ്ടർസ്റ്റാൻഡിംഗ് അംബേദ്കർ തിയറി മെറ്റീരിയൽസ് ഉള്ളി. 6 ക്രെഡിറ്റ് ആണ്. BTTS 183 ഇൻട്രൊഡക്ഷൻ ടു മെഷീൻ ട്രാൻസ്ലേഷൻ സ്കിൽ എൻഹാൻസ്മെന്റ് തിയറി മെറ്റീരിയൽസ് ഉള്ളി പേപ്പർ ആണ്. അതേപോലെ തന്നെ
VSSS 183 ലൈഫ് സ്കിൽസ്, സ്കിൽ എൻഹാൻസ്മെന്റ് ആണ്. അതിന്റെ വരുന്നത് ക്രെഡിറ്റ് വരുന്നത് 4 ആണ്. പിന്നെ നമുക്ക് വരുന്നത് VANS 183 ടൂറിസം ആന്ത്രോപോളജി വരുന്നുണ്ട്. സ്കിൽ എൻഹാൻസ്മെന്റ് ആണ്. മെറ്റീരിയൽസ് മാത്രമേ ഉള്ളൂ. 4 ക്രെഡിറ്റ് ആണ്. VHIS 183 ട്രഡീഷൻസ് ആൻഡ് പെർസെപ്ഷൻ ഓഫ് ക്രാഫ്റ്റ് ഇൻ ഭാരത് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് അവൈലബിലിറ്റി എന്ന് പറയുമ്പോൾ മെറ്റീരിയൽസ് മാത്രമേ ഉള്ളൂ. ക്രെഡിറ്റ് വരുന്നത് 4 ആണ്. സോ ഇത്രയാണ് നമുക്ക് കോഴ്സ് നെയിമും നമ്മുടെ അവൈലബിലിറ്റി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് പാർട്ട് 2 സോ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പാർട്ട് 1 ആൻഡ് പാർട്ട് 2 നമ്മൾ കോഴ്സ് കോഡ് വിത്ത് കോഴ്സ് ടൈറ്റിൽ വിത്ത് അവൈലബിലിറ്റി ആൻഡ് ക്രെഡിറ്റ് നമ്മൾ ഇൻ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയാണ് അതിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ആൻഡ് അതിൽ ഏതൊക്കെയാണ് നമ്മൾ മെറ്റീരിയൽസ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, ഇനി നമ്മളുടെ കോർ പേപ്പേഴ്സിന്റെ മാത്രം ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡീകോഡിങ്. ബിക്കോസ് ഇലക്ടീവ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പലരും പലതായിരിക്കും ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ മെയിൻ പേപ്പേഴ്സിന്റെ ആയിരിക്കും സിലബസ് ഡീകോഡിങ് നടത്തുന്നത്. ഇന്നിപ്പോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് നമ്മൾ മെയിൻ പേപ്പേഴ്സ് ആണ്, അല്ലെ കോർ പേപ്പേഴ്സ് ആണ്. സോ കമ്മിങ് ടു ഫസ്റ്റ് പേപ്പർ, സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള BSW 121 പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് ആൻഡ് ഇറ്റ്സ് വാല്യൂസ് 6 ക്രെഡിറ്റ് ആണ്. ടോട്ടൽ ബ്ലോക്ക് വരുന്നത് 4 ആണ്. ആൻഡ് കോഴ്സ് സൈറ്റ് തിയറി ആൻഡ് ഫുള്ളി അവൈലബിൾ ആണ്. നമുക്ക് മെറ്റീരിയൽസും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. വീഡിയോ ക്ലാസ്, ലൈവ് സെഷൻ, അസൈൻമെന്റ് സപ്പോർട്ട്, ഷോർട്ട് നോട്ട് എല്ലാം തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് മെയിൻ ആയിട്ടും 4 ബ്ലോക്ക് ആണ് നമ്മളുടെ ഈ ഒരു സബ്ജക്റ്റിന് വെച്ച് നോക്കിയാൽ. നേരത്തെ പറഞ്ഞായിരുന്നു ഒരു കോഴ്സ് അല്ലെങ്കിൽ സബ്ജക്ട്. മെയിൻ ആയിട്ടും നമ്മൾ ഇഗ്നോയിൽ പഠിക്കുമ്പോൾ കോഴ്സ് എന്ന് വേണം നമ്മൾ ഒരു സബ്ജക്റ്റിനെ പറയാൻ. പിന്നെ നിങ്ങൾക്ക് കോഴ്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ബിഗിനിങ്ങിൽ ചിലപ്പോൾ അത് മനസ്സിലാവില്ലായിരിക്കും. കോഴ്സ് എന്ന് പറഞ്ഞ സബ്ജക്ട് തന്നെയാണ്. സോ BSW 121 സിലബസ് മാപ്പ് ആ ഒരു കോഴ്സ് നമുക്ക് നോക്കിയാൽ ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു പ്രൊഫഷണൽ സോഷ്യൽ വർക്ക്. ഓക്കെ, അപ്പൊ ആ ഒരു ബ്ലോക്കിന്റെ പേരാണ് ഇൻട്രൊഡക്ഷൻ ടു പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് എന്നുള്ളത്. അപ്പൊ അതിന്റെ താഴെ അത് റിലേറ്റഡ് ആയിട്ടുള്ള യൂണിറ്റുകളാണ് 4 സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ വർക്ക് കോൺസെപ്റ്റ്സ് 1, യൂണിറ്റ് 2 ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ വർക്ക് കോൺസെപ്റ്റ്സ് 2, യൂണിറ്റ് 3 എമർജൻസ് ഓഫ് സോഷ്യൽ വർക്ക് എബ്രോഡ്, യൂണിറ്റ് 4 എവല്യൂഷൻ ഓഫ് സോഷ്യൽ വർക്ക് ട്രഡീഷൻ ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ഈ 4 യൂണിറ്റുകൾ നിങ്ങൾക്ക് പഠിക്കാൻ കാണും. പിന്നെ ബ്ലോക്ക് 2ലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബേസിക്സ് ഓഫ് സോഷ്യൽ വർക്ക് ആണ്. അതിലും 4 യൂണിറ്റ് ആണുള്ളത്. സോഷ്യൽ വർക്കിന്റെ ബേസിക്സ് ആണ്. അതിൽ യൂണിറ്റ് 1 എടുത്താൽ പ്രൊഫഷണൽ സോഷ്യൽ വർക്കിന്റെ നേച്ചർ, സ്കോപ്പ്, ഗോൾ, ഫങ്ഷൻസ് ഒക്കെയാണ്. യൂണിറ്റ് 2 എടുത്താൽ പ്രൊഫഷണൽ സോഷ്യൽ വർക്കിന്റെ പ്രിൻസിപ്പിൾസും അതേപോലെ ആപ്ലിക്കേഷനുമാണ് വരുന്നത്. യൂണിറ്റ് 3 എടുത്താൽ വോളണ്ടറി ആക്ഷൻ ആൻഡ് സോഷ്യൽ വർക്ക് ഇൻ ഇന്ത്യ. യൂണിറ്റ് 4 എടുത്താൽ സോഷ്യൽ വർക്ക് എത്തിക്സ് ഇൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്. അതായത് സോഷ്യൽ വർക്കിന്റെ മെയിൻ ആയിട്ടുള്ള ബേസിക്സ് ആണ്. അതിന്റെ പ്രിൻസിപ്പിൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് കൊണ്ടിട്ടുള്ള നേച്ചർ, സ്കോപ്പ്, പിന്നെ നമ്മളുടെ സോഷ്യൽ വർക്കിന്റെ എത്തിക്സും കാര്യങ്ങളും ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണ് റൂൾസും റെഗുലേഷൻസും എല്ലാം വരുന്നത്, ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഈ പറയുന്ന പ്രൊഫഷണൽ സോഷ്യൽ വർക്കിൽ കുറെ പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ട്. അപ്പം ആ പ്രിൻസിപ്പിൾസ് പഠിക്കുന്നു, അതൊക്കെ എങ്ങനെ അപ്ലൈ ചെയ്യണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതാണ് ബ്ലോക്ക് 2 വരുന്നത്. ഇനിയിപ്പോ ബ്ലോക്ക് 3ലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ വാല്യൂസ് ഓഫ് സോഷ്യൽ വർക്ക്. ഓക്കെ, വാല്യൂസ് ഓഫ് സോഷ്യൽ വർക്ക് ആണ്. അതിലെ ഫസ്റ്റ് പാർട്ട് ആയിരിക്കും ബ്ലോക്ക് 3 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം അതിലും എന്താണ് കുറച്ച് യൂണിറ്റുകൾ കൂടുതലാണ് കമ്പയറിംഗ് ടു അതർ ബ്ലോക്ക്. ഈ പറയുന്ന 2 ബ്ലോക്കിലും 6 യൂണിറ്റ്സ് വെച്ചിട്ടുണ്ട്. ബിക്കോസ് 12 വാല്യൂസ് ആണ്. 12 വാല്യൂസിന് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ബ്ലോക്ക് 3 ബ്ലോക്ക് 4 ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ബ്ലോക്ക് 3 നമ്മൾ പഠിക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സർവീസ് ടു ഹ്യൂമാനിറ്റി, ദെൻ സോഷ്യൽ ജസ്റ്റിസ്, ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്, ദെൻ ഡിഗ്നിറ്റി ആൻഡ് വർത്ത് ഓഫ് ദ പേഴ്സൺ, ഇന്റഗ്രിറ്റി, കോമ്പിറ്റൻസ്. അതാണ് 6 വാല്യൂസ് 6 യൂണിറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്. കമ്മിങ് ടു ബ്ലോക്ക് 4, നമ്മളുടെ റിമൈനിങ് 6 വാല്യൂസ് ആണ് ലോയാലിറ്റി, പാട്രിയോട്ടിസം, കൾച്ചറൽ സെൻസിറ്റിവിറ്റി, ഹാർഡ് വർക്ക്, റെസ്പോൺസിബിലിറ്റി ആൻഡ് കമ്മിറ്റ്മെന്റ്, ടീച്ചർഷിപ്പ്. ഇത്രയും യൂണിറ്റുകളാണ് നമുക്ക്, അല്ലെങ്കിൽ ഇത്രയും വാല്യൂസ് ആണ് 6 യൂണിറ്റിൽ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്. ബ്ലോക്ക് 4ലാണ് അത് വരുന്നത്. ഇനി നമുക്ക് BSW 104 ഫീൽഡ് വർക്ക് ജേർണൽ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ നോക്കിയാൽ നിങ്ങൾക്ക് ഇതിന് 10 ക്രെഡിറ്റ്സ് ആണ് ഉള്ളത്. അപ്പോ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ടും വരുന്നത് ഓറിയന്റേഷൻ വിസിറ്റ് ആണ് 20. ഓക്കെ, 20 ഓറിയന്റേഷൻ വിസിറ്റ് പ്ലസ് 5 ഇൻഡിവിജ്വൽ കോൺഫറൻസ്. അങ്ങനെയാണ് ഇവിടെ ടോട്ടൽ ഡേയ്സ് 25 എന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, ആ 25ല് 20 ഓറിയന്റേഷൻ വിസിറ്റും ബാക്കി 5 എന്താണ് കോൺഫറൻസും ആണ്. ആൻഡ് ഇതെല്ലാം നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ജേർണൽ എന്താണ് നമുക്ക് ഒരു ജേർണൽ നിങ്ങൾക്ക് അയച്ചു തരും. സോ ആ ഒരു ജേർണൽ ഇഗ്നോ അയച്ചു തരുന്ന ജേർണലിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഈ പറയുന്ന ഓറിയന്റേഷൻ വിസിറ്റ് നടത്തിയിട്ട് നിങ്ങൾ ചെയ്യുന്ന റിപ്പോർട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്
എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഓരോ ദിവസവും നിങ്ങൾ ഓരോ സ്ഥലത്ത് പോവാ. 20 ഓറിയന്റേഷൻ എന്ന് പറയുമ്പം ഒരു 20 ഡിഫറന്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ്, അതായത് നിങ്ങൾക്കിപ്പം എൻജിഒസ് ചൂസ് ചെയ്യാം. ഓക്കെ. നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഹോസ്പിറ്റലുകള്, സർവീസ് സൊസൈറ്റികള്, സ്കൂളുകള്, അടുത്തുള്ള മറ്റ് പല സ്ഥാപനങ്ങൾ, ഓർഫനേജ്, ഓൾഡ് ഏജ് ഹോം, അങ്ങനെയുള്ള കുടുംബശ്രീ, പഞ്ചായത്ത്, അങ്ങനെയുള്ള ഒരു 20 സ്ഥാപനം നിങ്ങൾ ചൂസ് ചെയ്തിട്ട് അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ഒരു ഓറിയന്റേഷൻ നിങ്ങൾക്ക് കിട്ടാന്നുള്ളതാണ്. അതുകൊണ്ടാണ് അതിന് ഓറിയന്റേഷൻ വിസിറ്റ് എന്ന് പറയുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് 1 ഡേ എടുത്തിട്ട് 3 പ്ലേസസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കവർ ചെയ്യാം. ഇനിയിപ്പോ എല്ലാ 20 എണ്ണം പോയി ചെയ്യണം എന്നില്ല. അതിൽ കുറച്ചൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരാൾ വഴി ടെലിഫോണിക് ഇന്റർവ്യൂ യൂസ് ചെയ്തിട്ടോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ട് യു ക്യാൻ സ്റ്റാർട്ട് റൈറ്റിംഗ് റിപ്പോർട്ട്. ബിക്കോസ് ഇവിടെ നിങ്ങൾ പോകുന്ന സ്ഥാപനത്തിൽ നിന്നും നിങ്ങൾക്ക് അങ്ങനെ സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ ഒന്നും കളക്ട് ചെയ്യേണ്ട. അത് നെക്സ്റ്റ് ഇയർ തൊട്ടിട്ടായിരിക്കും അങ്ങനെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് ഒരു ഏജൻസി പോയി ഇത്ര ദിവസം ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യേണ്ടത്. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു സ്ഥാപനം, 20 സ്ഥാപനം നിങ്ങൾ ചൂസ് ചെയ്താൽ ആ 20 സ്ഥാപനങ്ങളെ കുറിച്ചിട്ടും നിങ്ങൾക്ക് എന്ത് വേണം, ഒരു ഓറിയന്റേഷൻ കിട്ടണം. അത് നിങ്ങൾ റിപ്പോർട്ട് ആക്കി എഴുതുക എന്നുള്ളതാണ്. അപ്പം ഇതെങ്ങനെ ഒരു ഓർഡറിൽ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പൊ സ്റ്റെപ്പ് 1 നോക്കാനാണെങ്കിൽ ഒരു ഫീൽഡ് വർക്ക് പ്രോസസ്സിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നതാണ്. ആദ്യം തന്നെ നിങ്ങൾക്ക് അറ്റ് ദ ബിഗിനിങ് ഓഫ് യുവർ പ്രോഗ്രാം യുവർ സ്റ്റഡി സെന്റർ വിൽ കണ്ടക്ട് ആൻ ഇൻഡക്ഷൻ മീറ്റിംഗ് ആൻഡ് അവരത് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ത്രൂ മെയിൽ ആയിരിക്കും. സോ മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ മെയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആഫ്റ്റർ കൺഫർമേഷൻ ഓഫ് യുവർ ഇഗ്നോ അഡ്മിഷൻ നിങ്ങൾ മെയിൽ റെഗുലർ ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യുക. ഇൻഡക്ഷൻ മീറ്റിംഗ് ഒക്കെ പൊതുവെ ഒരു 3 മന്ത്സ് എന്തായാലും കഴിഞ്ഞിട്ടായിരിക്കും സ്റ്റഡി സെന്റേഴ്സ് കണ്ടക്ട് ചെയ്യാറ്. അപ്പൊ ഇൻഡക്ഷൻ മീറ്റിംഗ് എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. ചിലവർ ഓൺലൈൻ നടത്തും, ചിലർ ഓഫ്ലൈൻ നടത്തും. ഏതാണെന്നുണ്ടെങ്കിലും മാക്സിമം നിങ്ങൾ അത് പോയി അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. വർക്ക് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ലീവ് എടുത്തിട്ടൊക്കെ തന്നെ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. ബിക്കോസ് നിങ്ങൾക്ക് അങ്ങനെ റെഗുലർ ആയിട്ട് പോകണ്ട അല്ലെ. അപ്പം ഇങ്ങനെ 1 or 2 മീറ്റിംഗ് ഒക്കെ വിളിക്കുമ്പോൾ അതൊന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഒന്ന് പോയി അറ്റൻഡ് ചെയ്യാന്നുള്ളതൊന്ന് നോക്കുക. അപ്പൊ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഇൻഡക്ഷൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാന്നുള്ളതാണ്. ആൻഡ് സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞാൽ ഈ ഓറിയന്റേഷൻ വിസിറ്റിന്റെ പാർട്ട് ആയിട്ട് ആദ്യത്തെ 5 ഓർഗനൈസേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, വിസിറ്റ് ചെയ്യുക. അത് 5 ഡിഫറെന്റ് ഏജൻസീസ് അല്ലെങ്കിൽ 5 ഡിഫറെന്റ് എൻജിഒസ് ഇത് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം. എൻജിഒ എന്ന് പറഞ്ഞാൽ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ എന്നാണ്. നിങ്ങളുടെ ഡിസ്ട്രിക്ട് ഏതാണോ ജസ്റ്റ് ഗൂഗിൾ നിങ്ങളുടെ എൻജിഒസ് നിയർ ബൈ മീ അല്ലെങ്കിൽ ഏജൻസീസ് നിയർ ബൈ മീ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വരും. അവിടെ ഒന്ന് വിളിച്ച് അന്വേഷിച്ചാൽ മതി. ഇതേപോലെ ഇങ്ങനെ ഇഗ്നോയിൽ ചെയ്യുന്ന ലേണറാണ്, അവിടെ വരാനാണ്. അല്ലെങ്കിൽ ഡയറക്ട്ലി പോയിട്ട് എന്ത് ചെയ്യുക, അവിടെ പോയിട്ട് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ തിരക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പം എന്താണ് തിരക്കേണ്ടത്, എന്താണ് റിപ്പോർട്ടിൽ എഴുതേണ്ടത്, ഇതിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഫീൽഡ് വർക്കിന്റെ ആ ഒരു മാനുവലിൽ കാണും. നെയിം ഓഫ് ദി ഏജൻസി, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അവർ ആർക്ക് വേണ്ടിയിട്ട്, ബെനിഫിഷ്യറീസ് ആരാണ്. ചിലപ്പോൾ വുമണിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോ ചിൽഡ്രന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നവരായിരിക്കും. അപ്പൊ അങ്ങനെ ആർക്ക് വേണ്ടിയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്, അവിടുത്തെ ഓർഗനോഗ്രാം, അവിടുത്തെ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ എങ്ങനെയാണ് പോകുന്നത്, അവിടെ പോയിട്ട് നിങ്ങൾ എന്തൊക്കെ പഠിച്ചു, നിങ്ങളുടെ ഒബ്സർവേഷൻ എന്താണ്, ലേണിംഗ് ഔട്ട്കംസ് എന്തൊക്കെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ മെയിൻ ആയിട്ട് നോട്ട് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യത്തെ ഒരു 5 ഓറിയന്റേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു ഇൻഡിവിജ്വൽ കോൺഫറൻസ് കാണും വിത്ത് യുവർ കോർഡിനേറ്റർ. ഓക്കെ. നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ നിങ്ങൾക്ക് ഒരു കോർഡിനേറ്റർ കാണും, ഫീൽഡ് വർക്ക് കോർഡിനേറ്റർ കാണും. ആളായിട്ട് ഒരു ഇൻഡിവിജ്വൽ കോൺഫറൻസ് കണ്ടക്ട് ചെയ്യും. ആൻഡ് അതിൽ നിന്നും എന്ത് പഠിച്ചു എന്നുള്ളത് കൂടെ റിപ്പോർട്ട് എഴുതുക. അപ്പൊ അങ്ങനെ ഒരു 4 തവണ പോവാം. ആദ്യം 5 തവണ പോയി, പിന്നെ ഒരു ഇൻഡിവിജ്വൽ കോൺഫറൻസ്, ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, 5 തവണ ഓറിയന്റേഷൻ വിസിറ്റിന് പോയി, പിന്നെ ഒരു ഇൻഡിവിജ്വൽ കോൺഫറൻസ്. അങ്ങനെ നമ്മൾ ഇങ്ങനെ 4 ടൈംസ് ആയിട്ട് വേണം അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒന്ന് തംസപ്പ് തരാമോ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഫീൽഡ് വർക്കിന് എനിക്കൊന്ന് കുറെ ആളുകൾക്കും കുറെ ഡൗട്ട്സ് ഉണ്ട് എങ്ങനെയാ ചെയ്യേണ്ടത്. നമുക്ക് ഫ്രം ഓൺ ബോർഡിങ് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഫീൽഡ് വർക്കിനെ കുറിച്ചുള്ള ഡൗട്ട്സ് എല്ലാവർക്കും അറ്റ് ദ ബിഗിനിങ് തൊട്ടേ കാണും. സോ അത് ഇത്രേ ഉള്ളൂ. ഫസ്റ്റ് ഇയറിൽ വരുമ്പോൾ വളരെ എന്താ പറയാ, അങ്ങനെ നിങ്ങൾക്ക് ഭയങ്കര ബേർഡൻ അങ്ങനത്തെ ഒരു ഇതില്ല. കാരണം ഓറിയന്റേഷൻ വിസിറ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡേയിൽ തന്നെ ഒരു 3-4 വിസിറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണം നടത്താം. അടുത്തടുത്താണ് ആ സ്ഥാപനം എങ്കിൽ, അല്ലെങ്കിൽ ഒരു 2 എങ്കിലും നിങ്ങൾക്ക് മിനിമം എന്ത് ചെയ്യാം, കണ്ടക്ട് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ രാവിലെ പോയിട്ട് വൈകിട്ട് വരണം അങ്ങനത്തെ റൂളൊന്നും ഇല്ല. നിങ്ങൾ അവിടെ പോകുന്നു, നിങ്ങളുടെ എന്തായിരുന്നു നിങ്ങളുടെ ഒരു എയിം, അത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയെങ്കിൽ യു ക്യാൻ റിട്ടേൺ. ഓക്കെ. എന്നിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് വിസിറ്റ് നടത്താം. ഇപ്പൊ വർക്ക് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം എന്ത് ചെയ്യാം, നമ്മൾ ലീവ് ഒക്കെ എടുത്തിട്ട് പോവാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലീവ് എടുത്ത് ദിവസമൊക്കെ അറ്റ്ലീസ്റ്റ് കുറച്ചൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പൊ നിങ്ങളുടെ അത്രയും ഡേയ്സ് എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആവുമല്ലോ. ഓക്കെ. സോ അതാണ് നമുക്ക് ആ ഒരു ഫീൽഡ് വർക്കിന്റെ പ്രോസസ്സിൽ വരുന്ന കാര്യം. ഓക്കെ. ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്.
അടുത്ത നമുക്ക് BE 181 എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുന്ന പേപ്പർ ആണ്. 4 ക്രെഡിറ്റ് ആണ്, 4 ബ്ലോക്സ് ആണ് അതിൽ വരുന്നത്. അപ്പൊ ആ ഒരു സബ്ജക്ട് നോക്കാം. എബിലിറ്റി എൻഹാൻസ്മെന്റ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. കുറച്ചുകൂടെ നമുക്ക് എല്ലാ സബ്ജക്ട് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ പഠിക്കാൻ അല്ലെങ്കിൽ എക്സാം എഴുതാൻ നേരത്തെ കുറച്ച് ഈസി ആയിട്ടുള്ള സബ്ജക്ട് ആണ് എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുന്നത്. അപ്പം അതിൽ 4 ബ്ലോക്ക് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് നിങ്ങൾ ഒന്നും തന്നെ എഴുതേണ്ടതില്ല. സോ BE 181 എൻവയോൺമെന്റൽ സ്റ്റഡീസിന്റെ സിലബസ് മാപ്പിംഗ് നോക്കാം. 4 ബ്ലോക്ക് ഉണ്ട്. ബ്ലോക്ക് 1 എന്ന് പറഞ്ഞാൽ ഇൻട്രോ ടു എൻവയോൺമെന്റൽ സ്റ്റഡീസ് ആണ്. അതിൽ യൂണിറ്റ് 1 അവർ എൻവയോൺമെന്റ്, യൂണിറ്റ് 2 എക്കോസിസ്റ്റം, യൂണിറ്റ് 3 മേജർ എക്കോസിസ്റ്റം. ഓക്കെ, അപ്പൊ ഈ 3 യൂണിറ്റിലും അപ്പൊ അവർ എൻവയോൺമെന്റ് എടുത്താൽ നമ്മളുടെ എൻവയോൺമെന്റിന്റെ കോൺസെപ്റ്റുകള്, എൻവയോൺമെന്റ് എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂണിറ്റ് 1 ഡിസ്കസ് ചെയ്യുന്നുണ്ട്. യൂണിറ്റ് 2 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്കോസിസ്റ്റം, ഓക്കെ, അക്വാട്ടിക് എക്കോസിസ്റ്റം, ഡെസേർട്ട് എക്കോസിസ്റ്റം, മറൈൻ എക്കോസിസ്റ്റം, അങ്ങനെയുള്ളതൊക്കെ പഠിക്കുന്നുണ്ട്. ദെൻ യൂണിറ്റ് 3 മേജർ ആയിട്ടുള്ള എക്കോസിസ്റ്റം എന്താന്ന് പഠിക്കുന്നു. അതാണ് ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ പാർട്ട് ആണ്. ദെൻ കമ്മിങ് ടു ബ്ലോക്ക് 2 നാച്ചുറൽ റിസോഴ്സസ് ആണ്. യൂണിറ്റ് 4 ലാൻഡ് ആൻഡ് വാട്ടർ റിസോഴ്സ്. ഓക്കെ, നമുക്ക് ഓരോ റിസോഴ്സിനെയുമാണ് ഓരോ യൂണിറ്റിലും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട്. യൂണിറ്റ് 5 എടുത്താൽ ഫോറസ്റ്റ് റിസോഴ്സ് ആണ്. യൂണിറ്റ് 6 എടുത്താൽ ബയോഡൈവേഴ്സിറ്റി വാല്യൂസ് ആൻഡ് സർവീസ് വരും. ദെൻ യൂണിറ്റ് 7 എടുത്താൽ എനർജി റിസോഴ്സും വരും. പിന്നെ ബ്ലോക്ക് 3 എടുത്താൽ എൻവയോൺമെന്റൽ റിഗാർഡിംഗ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണ്. നമ്മൾ എൻവയോൺമെന്റ് എന്താണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു, നാച്ചുറൽ റിസോഴ്സ് എന്താണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു. അപ്പം ഇനി അതുകൊണ്ടുണ്ടാവുന്ന മനുഷ്യന്മാർ തന്നെ വരുത്തി വെക്കുന്ന കുറെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പ്രോബ്ലംസ്, അതാണ് ഡിസ്കസ് ചെയ്തത് ബ്ലോക്ക് 3. അതിൽ യൂണിറ്റ് 8 എടുത്താൽ ബയോഡൈവേഴ്സിറ്റി ത്രെറ്റ്സ് ആൻഡ് കൺസർവേഷൻ ആണ്. യൂണിറ്റ് 9 എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആൻഡ് ഹസാർഡ്സ് ആണ്. യൂണിറ്റ് 10 വേസ്റ്റ് മാനേജ്മെന്റ്. യൂണിറ്റ് 11 ഗ്ലോബൽ എൻവയോൺമെന്റൽ ഇഷ്യൂസ്. ഓക്കെ, അത്രയും ബ്ലോക്ക് 3. ദെൻ ബ്ലോക്ക് 4 വരുമ്പോൾ പോളിസീസ് ആൻഡ് പ്രാക്ടീസസ്. യൂണിറ്റ് 12 എൻവയോൺമെന്റൽ ലെജിസ്ലേഷൻ, ലോയും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ നമ്മൾ കുറെ എൻവയോൺമെന്റൽ ഇഷ്യൂസ് ബ്ലോക്ക് 3 പഠിക്കുന്നു. ബ്ലോക്ക് 4 വരുമ്പോൾ അതിനെ നമുക്ക് സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് എന്തൊക്കെ പോളിസീസ് ഉണ്ട്, പ്രാക്ടീസ് ഉണ്ട്, ലീഗൽ വൈസ് നമുക്ക് എങ്ങനെയൊക്കെ എന്തൊക്കെ പ്രൊവിഷൻസ് നമുക്ക് എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യാനുണ്ട്, അതൊക്കെയാണ് പഠിക്കുന്നത്. യൂണിറ്റ് 12 എൻവയോൺമെന്റൽ ലെജിസ്ലേഷൻ. യൂണിറ്റ് 13 ഹ്യൂമൻ കമ്മ്യൂണിറ്റീസ് ആൻഡ് എൻവയോൺമെന്റ്. യൂണിറ്റ് 14 എൻവയോൺമെന്റൽ എത്തിക്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ബ്ലോക്ക് 4 പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ അതാണ് ആ ഒരു സബ്ജക്ട്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ വാല്യൂ എഡ്യൂക്കേഷൻ ആണ്. BEDSP 101 ആണ് അതിന്റെ ഒരു കോഴ്സ് കോഡ് വരുന്നത്. 6 ക്രെഡിറ്റ് ആണ്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ടും 5 ബ്ലോക്സ് ആട്ടോ ഉള്ളത്. അപ്പൊ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, എത്ര യൂണിറ്റുകളും കാര്യങ്ങളൊക്കെ ഓരോ ബ്ലോക്കിൽ വരുന്നുണ്ടെന്നുള്ളത്. സോ BEDSP 101 സിലബസ് മാപ്പിംഗ്. ബ്ലോക്ക് 1 കോൺസെപ്റ്റുവൽ ഫ്രെയിംവർക്ക് ആണ്. യൂണിറ്റ് 1 സോഷ്യൽ മലയാസ് ആൻഡ് നീഡ് ഫോർ വാല്യൂ എഡ്യൂക്കേഷൻ. ദെൻ യൂണിറ്റ് 2 കോൺസെപ്റ്റ് ഓഫ് മൊറാലിറ്റി ആൻഡ് മോറൽ എഡ്യൂക്കേഷൻ. ദെൻ യൂണിറ്റ് 3 ഡയമെൻഷൻസ് ഓഫ് മൊറാലിറ്റി. യൂണിറ്റ് ബ്ലോക്ക് 3 ഫൗണ്ടേഷൻസ്. യൂണിറ്റ് 1 തിയറീസ് ഓഫ് ഗുഡ്നെസ് വരുന്നുണ്ട്. യൂണിറ്റ് 2 തിയറീസ് ഓഫ് കോണ്ടക്ട്. യൂണിറ്റ് 3 റീസൺ ആൻഡ് ഇമോഷൻസ്. യൂണിറ്റ് 4 ക്യാരക്ടർ ആൻഡ് പേഴ്സണാലിറ്റി. ദെൻ ബ്ലോക്ക് 4 വരുവാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ ഡൈനാമിക്സ് ആണ്. അതിൽ യൂണിറ്റ് 1 പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ. യൂണിറ്റ് 2 സോഷ്യൽ ഇന്ററാക്ഷൻ. യൂണിറ്റ് 3 വാല്യൂസ്, കോൺഫ്ലിക്ട് ആൻഡ് റെസൊല്യൂഷൻ. യൂണിറ്റ് 4 പ്രോസസ് ഓഫ് ഹ്യൂമൻ അഡ്ജസ്റ്റ്മെന്റ്. അത്രയാണ് ആ 4th ബ്ലോക്കിൽ വരുന്നത്. പിന്നെ ബ്ലോക്ക് 5 സോഷ്യൽ ലിങ്കേജസ് എടുത്താൽ യൂണിറ്റ് 1 ഫാമിലി ആൻഡ് നെയ്ബർഹുഡ്. യൂണിറ്റ് 2 സ്കൂൾ ആൻഡ് പിയർ. യൂണിറ്റ് 3 റോൾ ഓഫ് പാരന്റ്സ്. യൂണിറ്റ് 4 ഇൻഫ്ലുവൻസ് ഓഫ് മീഡിയ. അപ്പൊ ഇത്രയും ബ്ലോക്സ് ആണ്, 5 ബ്ലോക്സ് ആണ് നമ്മളുടെ വാല്യൂ എഡ്യൂക്കേഷൻ എടുക്കുമ്പോൾ 5 ബ്ലോക്സ് ഉണ്ട്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് മെയിൻ എന്താ പറയാ കോർ പേപ്പേഴ്സ് ഉള്ളത്. നേരത്തെ പറഞ്ഞായിരുന്നു എന്താ പറയാ നമുക്ക് ഇലക്ടീവ്സ് വരുന്നുണ്ട്. അത് 3 ആണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. അഡ്മിഷൻ ഇപ്പോൾ ഓൾറെഡി എടുത്തവരാണെന്നുണ്ടെങ്കിൽ 3 ഇലക്ടീവ്സ് ഏതാണെന്ന് അവർക്ക് അറിയായിരിക്കും. അല്ലെങ്കിൽ ഇനി എടുക്കാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ചൂസ് 3 ഇലക്ടീവ്സ് ഫ്രം 3 കാറ്റഗറി. ഓക്കെ, അതിൽ നമ്മൾ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഏതൊക്കെയാണ് മെറ്റീരിയൽസ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ ബിഗിനിങ്ങിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നെ. സോ സബ്ജക്ട് വൈസ് ആയിട്ടുള്ള ഫസ്റ്റ് ഇയറിൽ ആ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡീകോഡിംഗ് ആണ് ഇപ്പൊ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത്. ഇനി ഇപ്പൊ ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അർച്ചന മാമിനെ വെൽക്കം ചെയ്യണം. മാം, ഓവർ ടു യു.
അപ്പം ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ സിലബസ് ഡീകോഡിംഗ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഫാത്തിമ മാം ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ ഫസ്റ്റ് ഇയറിൽ BSW വരുന്ന ഫസ്റ്റ് ഇയറിലെ സിലബസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫീൽഡ് വർക്കിനെ പറ്റിയിട്ടും ഒക്കെ ഒരു ക്ലിയർ ഐഡിയ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്രോഗ്രാം കംപ്ലീഷൻ റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളായിരിക്കും. ഫസ്റ്റ് ഇതിൽ നമ്മൾ നോക്കുന്നത് റിസോഴ്സ് ടു സിലബസ് അലൈൻമെന്റ് ഫ്രെയിംവർക്ക് ആണ്. നമുക്ക് ഓൾറെഡി അറിയാം, ഇത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസിനെയാണ്. ഓക്കെ, അപ്പം ഓൾറെഡി ലാസ്റ്റ് വീക്കിൽ നമുക്ക് ഒരു ടൈം ടേബിൾ കിട്ടിയിട്ടുണ്ട്. സ്റ്റുഡൻസ് എല്ലാം അതിന്റെ ബേസിസിൽ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കൺസെപ്ഷണൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട്, യൂണിറ്റ് വൈസ് ഉള്ള അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് റെക്കോർഡഡ് ലെക്ചേഴ്സിനെ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, അല്ലേ? അപ്പൊ അത് ബ്ലോക്ക് വൈസ് നമുക്കൊരു ബ്രൗഡ് അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും തരുന്നത്. എക്സാം ഫോക്കസിൽ നോക്കുവാണെങ്കിൽ നമുക്ക് അതിനൊരു ഫൗണ്ടേഷൻ ആയിരിക്കും ഈ ഒരു റെക്കോർഡഡ് ലെക്ചേഴ്സ് നമുക്ക് തരുന്നുണ്ടാവും. അപ്പൊ റെക്കോർഡഡ് ലെക്ചേഴ്സ് ടൈം ടേബിൾ പ്രകാരം കാണണമെന്നുള്ളത് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമുക്ക് വാല്യൂ ആഡഡ് നോട്ട്സ് അവൈലബിൾ ആണ്. ഓക്കെ, അതൊരു ക്വിക്ക് റിവിഷൻ പെർസ്പെക്റ്റീവിലാണ് നമ്മൾ വാല്യൂ ആഡഡ് നോട്ട്സ് കോമൺലി യൂസ് ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റി നമുക്ക് SLM പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ. അതിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ വാല്യൂ ആഡഡ് നോട്ട്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സും പോയിന്റ്സ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാകും. അപ്പം എക്സാം ഫോക്കസ് നമ്മൾ നോക്കുമ്പോൾ ഹൈലി റെലവൻ്റ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ ആണ് നമ്മളുടെ വാല്യൂ ആഡഡ് നോട്ട്സ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വരുന്നത് PYQUA എന്ന് പറയുന്നത്, അതായത് പാസ് പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് സെഷൻ ആണ്. ഇഗ്നോ ഫോക്കസ് എന്ന് പറയും. ഓൾമോസ്റ്റ് ഒരു 5 സെഷൻസോളം നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇഗ്നോ സീരീസ്, ഇഗ്നോ ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ബ്ലോക്ക് വൈസ് എക്സാം ട്രെൻഡ് എങ്ങനെയാണ് വരുന്നത്, അതായത് പാസ് പേപ്പേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇനി നമുക്ക് എക്സാമിന് ഏകദേശം ഒരു 30 to 40% ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം എക്സാം ഫോക്കസിൽ അതിൽ വളരെ ക്രിട്ടിക്കൽ ആണ്. ഇപ്പം നമ്മളുടെ ആപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, കഴിഞ്ഞ സെഷൻസിലെയൊക്കെ PYQA നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പഠിക്കുന്നതിനനുസരിച്ച് അതും കൂടെ റെഫർ ചെയ്ത് പോവാണെങ്കിൽ നമുക്ക് ആ പ്രീവിയസ് എക്സാം ട്രെൻഡ് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് പ്രോഗ്രാം കംപ്ലീഷനിൽ വളരെ മേജർ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് അസൈൻമെന്റ് എന്നുള്ളത്. അസൈൻമെന്റ് ഗൈഡ് ബുക്ക് നമുക്ക് ആപ്പിൽ അവൈലബിൾ ആണ്. അത് നമ്മൾ എക്സാം ഫോക്കസിലേക്ക് നോക്കുമ്പം അസൈൻമെന്റ്സും നമുക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പല ഏരിയാസും കവർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് അസൈൻമെന്റ്സ് ഹെൽപ്പ് ചെയ്യും. അപ്പം അത് കസ്റ്റമൈസ് ചെയ്ത് തന്നെ ഗൈഡ് ബുക്ക് അവൈലബിൾ ആണെങ്കിൽ കൂടി നമ്മൾ ഇൻ ഡെപ്ത് ആയിട്ടൊന്ന് അനലൈസ് ചെയ്തിട്ട് വേണം അസൈൻമെന്റ്സ് എഴുതാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വൺ, അസൈൻമെന്റ് വൈ ദേ മാറ്റർ എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മളുടെ ഒരു ഇന്റേണൽ മാർക്ക് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അസൈൻമെന്റ്സ് ഇഗ്നോ ഇവാലുവേറ്റ് ചെയ്യുന്നത്, അല്ലെ? നമുക്ക് ഇപ്പം ഫസ്റ്റ് ഇയറിൽ 6 പേപ്പേഴ്സ് അല്ലേ, അപ്പൊ ഈ 6 പേപ്പേഴ്സിനും അസൈൻമെന്റ്സ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഹാൻഡ് റിട്ടൺ ആയിട്ട് തന്നെ എഴുതി നമ്മുടെ സ്റ്റഡി സെന്ററിലായിരിക്കണം അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മളുടെ ആ ഒരു എക്സാം റെഡിനെസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് തന്നെയാണ് അസൈൻമെന്റ്. കോമൺലി നമുക്ക് 100 മാർക്ക് അസൈൻമെന്റ് ആണ് വരുന്നത്. അതിൽ 35% ആണ് പാസ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ ആ ഒരു ഡെഡ് ലൈന് മുന്നേ ആയിട്ട് മാർച്ച് ലാസ്റ്റ് ഏകദേശം ഒരു April 1 ആ ഒരു ടൈമിങ്ങിലായിരിക്കും നമ്മളുടെ ആ ഒരു അസൈൻമെന്റ് സബ്മിഷന്റെ ഡെഡ് ലൈൻ ഉണ്ടാവുക സെമസ്റ്റർ വൈസ് സിസ്റ്റത്തിലൊക്കെ. അപ്പം അസൈൻമെന്റ്സിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഡെഡ് ലൈൻ അനലൈസ് ചെയ്തിട്ട് അതിനനുസരിച്ച് അസൈൻമെന്റ്സ് സ്റ്റഡി സെന്ററിൽ പ്രോപ്പർ ആയിട്ടുള്ള ടൈമിൽ തന്നെ സബ്മിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യുക. അപ്പം അസൈൻമെന്റിൽ നമുക്കൊരു 30%ഓളം വെയിറ്റേജ് യൂണിവേഴ്സിറ്റി എക്സാമിന് എടുക്കുന്നുണ്ടാവും. നമ്മുടെ ടേം ആൻഡ് എക്സാമിന് 70% വെയിറ്റേജും അതുപോലെ തന്നെ അസൈൻമെന്റിന് 30% വെയിറ്റേജുമാണ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അസൈൻമെന്റ്സ് എഴുതുമ്പോൾ എപ്പോഴും ഒഫീഷ്യൽ സോഴ്സുകൾ തന്നെ നോക്കിയിട്ട് നമ്മൾ വാലിഡ് ആയിട്ടുള്ള, അതായത് ഇപ്പം നമ്മൾ Jan 26 ടേമിലെയാണ് അസൈൻമെന്റ് എഴുതുന്നത് എന്നുണ്ടെങ്കിൽ ആ കറക്റ്റ് ആ ഒരു വാലിഡിറ്റി ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഇഗ്നോയുടെ സൈറ്റ് ചെയ്യുന്ന സ്റ്റുഡൻറ് സർവീസസിൽ ഡൗൺലോഡ്സിൽ പോയിട്ട് നമുക്ക് ന്യൂ അസൈൻമെന്റ്സ് അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. പ്രോഗ്രാം കോഡ് വെച്ച് സെർച്ച് ചെയ്ത് അസൈൻമെന്റ്സ് എടുക്കാവുന്നതാണ്. ഗൈഡ് ബുക്ക് ആപ്പിൽ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഇപ്പം നമ്മൾ ഈ മാപ്പിംഗ് ഇന്ന് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന മാപ്പിംഗ് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നോക്കുവാണെങ്കിൽ എക്സാം റെഡിനെസ്സിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇത് ഓരോന്നും.
സിലബസ് ആയിക്കോട്ടെ. ഇപ്പം ഫാത്തിമ മാം ഇൻ ഡീറ്റെയിൽ ആയിട്ട് സിലബസിനെ പറ്റിയിട്ടും ഫീൽഡ് വർക്കിനെ പറ്റിയിട്ടും ഒക്കെ ഡിസ്കസ് ചെയ്തു. അതുപോലെ നമുക്ക് ലേൺവൈസ് ആപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റഡി റിസോഴ്സസ് ഒപ്റ്റിമം ആയിട്ട് തന്നെ നമ്മൾ അത് യൂട്ടിലൈസ് ചെയ്യണം. നോട്ട്സ് ആയിക്കോട്ടെ, വീഡിയോ ലെക്ചേഴ്സ് ആയിക്കോട്ടെ, ഇതൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള രീതിയിൽ യൂട്ടിലൈസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു എക്സാമിന് നല്ല ഹൈ സ്കോറോടുകൂടി പാസ്സാവാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ ഇന്നത്തെ ഒരു സെഷൻ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ റിസോഴ്സ് കാറ്റലോഗ് ആണ് നോക്കുന്നത്. ഓൾറെഡി നിങ്ങൾക്ക് അറിയായിരിക്കും, എങ്കിലും നമ്മൾ ഒന്നും കൂടി ഇത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് അതൊന്നുകൂടി റിവൈസ് ചെയ്യാണ്. ഫസ്റ്റ് വൺ, റെക്കോർഡഡ് ലെക്ചേഴ്സ്. ഓരോ സബ്ജക്റ്റ് വൈസ്, ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ് റെക്കോർഡഡ് വീഡിയോസ് ആപ്പിൽ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് വരുന്നത് ലൈവ് സെഷൻസ് ആണ്. ഓരോ സബ്ജക്റ്റിന്റെ ഓരോ ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന ടൈമിൽ ലൈവ് സെഷൻസ് സ്കെഡ്യൂൾ ചെയ്യുന്നുണ്ടാവും. സൂം മീറ്റിൽ കൂടെ ആയിരിക്കും ഈവനിങ് ടൈം 1 hour സെഷനായിട്ട് നമുക്ക് ലൈവ് സെഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത്. സപ്പോസ് ആ ഒരു സെഷൻ മിസ്സായി പോയെങ്കിൽ അതിന്റെ റെക്കോർഡഡ് വീഡിയോസും അവൈലബിൾ ആവും. പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം അനുസരിച്ച് ലൈവ് സെഷൻസ് റെക്കോർഡഡ് വീഡിയോസ് കാണാവുന്നതാണ്. മാക്സിമം ലൈവ് സെഷനിൽ തന്നെ അറ്റൻഡ് ചെയ്ത് ഫാക്കൽറ്റിയുമായിട്ട് നമ്മുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ വരുന്നത് വാല്യൂ ആഡഡ് നോട്ട്സ് ആണ്. നമുക്കറിയാം ഓരോ ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും വാല്യൂ ആഡഡ് നോട്ട്സിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് എക്സാം സ്പെഷ്യൽ ഗൈഡ് ബുക്ക് ആപ്പിൽ അവൈലബിൾ ആണ്. ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ് ഇവ ഓരോന്നും നമുക്ക് കാണാൻ കഴിയും. അപ്പം എക്സാം സ്പെഷ്യൽ ഗൈഡ് ബുക്കിൽ ഇഗ്നോ ഇതിന് മുന്നേ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, അതിന്റെ ബേസിസിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിട്ട് എക്സാം സ്പെഷ്യൽ ഗൈഡ് ബുക്ക് ആപ്പിൽ യൂണിറ്റ് വൈസ് അവൈലബിൾ ആണ്. അത് റെഫർ ചെയ്യുക. പിന്നെ അസൈൻമെന്റ് ഗൈഡ് ബുക്ക് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഗൈഡ് ബുക്കും റെഫർ ചെയ്ത് നമുക്ക് അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് വരുന്ന പാസ്റ്റ് പേപ്പേഴ്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആപ്പിൽ അവൈലബിൾ ആണ്. മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എക്സാം അടുക്കുന്ന ടൈമിൽ, ഇപ്പൊ നമുക്ക് സെമസ്റ്റർ വൈസ് ആയിക്കോട്ടെ, ഇയർ വൈസ് ആയിക്കോട്ടെ, ടേം ആൻഡ് എക്സാം അടുക്കുന്ന ടൈമിൽ ഹെൽപ്പ് ഡെസ്ക് അവൈലബിൾ ആയിരിക്കും. ഇപ്പൊ നമുക്ക് എക്സാമിന് രജിസ്റ്റർ ചെയ്യാനും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാനും ടേം ആൻഡ് എക്സാം ഹെൽപ്പ് ഡെസ്ക് ലേൺവൈസിൽ അവൈലബിൾ ആയിരിക്കും. പിന്നെ സ്റ്റുഡൻറ് സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമുക്ക് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം, EEP പ്രോഗ്രാംസ്, അതിന്റെ റെക്കോർഡഡ് വീഡിയോസ് ആപ്പിൽ അവൈലബിൾ ആണ്. ഗ്രാമാറ്റിക്കലി ഉള്ള പ്രോബ്ലംസ് റിസോൾവ് ചെയ്തിട്ട് നമ്മുടെ ഗ്രാമർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വെൽബീയിങ് സപ്പോർട്ട് ഉണ്ടായിരിക്കും നമുക്ക്. അതുപോലെ തന്നെ കരിയർ ഡെവലപ്മെന്റിനുള്ള ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനിയും ഇന്നത്തെ ഒരു സെഷൻ കൊണ്ട് നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇതൊക്കെയാണ്. എങ്കിലും ഒരു കീ ടേക്ക് അവേസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, മാം ഇന്ന് ഡിസ്കസ് ചെയ്തല്ലോ സിലബസ്. അതിൽ BSWL 104 അതൊരു 10 ക്രെഡിറ്റ് വരുന്ന ഒരു പേപ്പറാണ്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, വാല്യൂ ആൻഡ് എൻവയോൺമെന്റൽ ഫോക്കസ്. നമ്മളുടെ കരിക്കുലം ബേസ് ചെയ്ത് വരുന്ന BSW 121, BDSV 101 ആൻഡ് ഓൾസോ എൻവയോൺമെന്റൽ സ്റ്റഡീസ്. ഇവയൊക്കെ തന്നെ ഒരു ഹോളിസ്റ്റിക് ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന പേപ്പേഴ്സ് ആണ്. അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് നമ്മൾ ഈ സബ്ജക്ട്സിന് കൊടുക്കണം. അതുകൂടാതെ സ്ട്രക്ചർ മാറ്റർ, അതായത് നമ്മൾ പഠിക്കുന്നതിന് മുന്നേ തന്നെ ഒരു കാര്യം അനലൈസ് ചെയ്യുക, നമ്മുടെ സിലബസ് എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ആ ഓർഗനൈസ് ചെയ്തിരിക്കുന്നതിന്റെ ബേസിസിൽ തന്നെ ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ് ആണ്. അപ്പൊ അതിന്റെ ബേസിസിൽ തന്നെ നമ്മൾ റെഗുലർ ആയിട്ട് ടൈം ടേബിൾ ഓറിയന്റഡ് ആയിട്ട് തന്നെ പോർഷൻസ് കവർ ചെയ്ത് പോകുന്നുണ്ടെന്ന് ഉള്ളത് എൻഷുർ ചെയ്യും. അപ്പം ഇത്രയും കാര്യങ്ങളായിരുന്നു ബേസിക് ആയിട്ട് നമുക്ക് ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഒരു ക്വിക്ക് റിമൈൻഡർ ആണ്, നിങ്ങൾക്ക് ഓൾറെഡി ഷെയർ ചെയ്ത് തന്നിട്ടുള്ളതാണ് ന്യൂ ഹൊറിസോൺ ഫോം. ന്യൂ ഹൊറിസോൺ ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലേണേഴ്സിന്റെ അവരുടെ ഇൻട്രസ്റ്റിന്റെ ബേസിസിൽ, ഓരോ ലേണറും ഡിഫറെന്റ് ആണ്. അപ്പം അവരുടെ പെർസ്പെക്റ്റീവ്സ്, അവരുടെ ആ ഒരു ഇൻട്രസ്റ്റിന്റെ ബേസിസിൽ കസ്റ്റമൈസ്ഡ് ആയിട്ട് തന്നെ അവർക്കുള്ള സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേണേഴ്സിന്റെ ഡേറ്റ കളക്ട് ചെയ്യുന്ന ഒരു ഫോമാണ് ന്യൂ ഹൊറിസോൺ ഫോം. ഇതാരെങ്കിലും ഇതുവരെ സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഈ ഫോമും കൂടി സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് വരാൻ പോകുന്ന അടുത്ത സെഷൻ എന്ന് പറയുന്നത്
പ്രോഗ്രാം വൈസ് സെഷൻസ് ആയിരിക്കും. അത് 24th തൊട്ട് 28th വരെ വരുന്ന സെഷൻസ് ആയിരിക്കും. ഐസ് ബ്രേക്കിംഗ് സെഷൻ എന്ന് നമുക്കതിനെ പറയാം. അതായത് നമ്മളുടെ ഓരോ പ്രോഗ്രാം വൈസ് ആയിരിക്കും. BSWന് സെപ്പറേറ്റ് ആയിട്ട് കണ്ടക്ട് ചെയ്യുന്ന സെഷൻ ആയിരിക്കും അത്. അപ്പം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ ആയിരിക്കും. അതിൽ ഗെയിംസ് ഉണ്ടാകും, ഇതുവരെയുള്ള സെഷൻസിന്റെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു റാപ്പപ്പ് വീഡിയോ ഉണ്ടാകും. പിന്നെ ക്ലോസിംഗ് നോട്ട്സോടുകൂടി ആയിരിക്കും നമ്മളുടെ ആ ഒരു OP സെഷൻസ് വൈൻഡപ്പ് ചെയ്യുന്നുണ്ടാവുക. അപ്പം ഈ സെഷൻസ് മിസ്സാകാതെ എല്ലാവരും അറ്റൻഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇന്നത്തെ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പം സിലബസ് ഇന്ന് ഡിസ്കസ് ചെയ്തതുപോലെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ തുടക്കത്തിൽ തന്നെ നമ്മൾ ടൈം ടേബിൾ ഓറിയന്റഡ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു തുടങ്ങുക. അതുപോലെ ലൈവ് സെഷൻസ് കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക. അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഒക്കെ തന്നെ യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും നല്ല ഒരു അക്കാഡമിക് ജേർണി ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.